ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു JRS അക്വാട്ടിക്സ്. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായി എന്നറിയാം, ഏകദേശം ഒരു വർഷത്തിന് മേലെയായി. അപ്പോൾ നമ്മളൊന്നും കൂടെ നമ്മുടെ യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാമിലുള്ള എല്ലാ ടാങ്കുകളും ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈസിന് ഇടുന്ന ടാങ്കുകളാണ്. ഈ സെക്ഷൻ മൊത്തം 6 ടാങ്കുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പുതിയ ബാച്ച് ഫ്രൈസിന് ഇറക്കാനായിട്ടുള്ളൊരു സെറ്റപ്പിലോട്ട് മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് കാണാം. നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ ഈ ടാങ്കുകളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് നമ്മളിത് മൊത്തത്തിൽ നമ്മൾ ഡ്രെയിൻ അപ്പ് ചെയ്യുന്നതിനേക്കാളും നമ്മളിത് പൊട്ടാഷ്യം പെർമാനേറ്റ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതിനെ കൂടെ കാണിച്ചു തരാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാക്കറ്റ് ആട്ടോ, പൊട്ടാഷ്യം പെർമാനേറ്റിൻ്റെ. അപ്പോൾ ഇതിന് ഏകദേശം 12 രൂപ കൊണ്ട് നമുക്കൊരു പാക്കറ്റ് നൽകണം. അപ്പോൾ നമ്മളിത് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കലക്കുക, കുറച്ച് കലക്കിയിട്ട് നമ്മളിത് ആഡ് ചെയ്താൽ മതി. ഡയറക്റ്റ് ഇട്ടിട്ട് കഴിയുമ്പോൾ അത് അലുക്കാണ്ടൊരു പ്രശ്നം വരും. അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ അങ്ങനെ കലക്കി കുറച്ചായിട്ട് ഇപ്പോൾ കണ്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ബാക്കി കലങ്ങാത്തൊക്കെ അതിൻ്റെ ഈ ഒരു എൻഡിൽ വരും. അപ്പോൾ നമ്മളതങ്ങനെ എടുത്തിട്ട് ഒന്നും കൂടെ എടുത്ത് കഴുകി കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് നമ്മളെല്ലാ ടാങ്കിലും ഈ പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഈ ഒരു എൻഡ് തൊട്ട് ഈ ഒരു എൻഡ് വരെയുള്ള 5 ടാങ്കുകളിലാണ് നമ്മൾ ഈ ഒരു പൊട്ടാഷ്യം പെർമാനേറ്റ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടാങ്ക് നമ്മൾ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ യെല്ലോ സ്നേക് സ്കിൻ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് മീനുള്ളത് കൊണ്ട് നമുക്ക് ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ മീനില്ലാത്ത ബാക്കിയുള്ള ഈ ഒരു 5 ടാങ്കുകളിലും നമ്മൾ ഫുള്ളും കലക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കലക്കിയത് മൊത്തം ടാങ്കിൻ്റെ എല്ലാ സൈഡിലും നമുക്കൊന്ന് തേച്ച് കഴുകിയിട്ട് നമുക്ക് അവരെ ഡ്രെയിൻ ചെയ്യാം. ടാങ്ക് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തുള്ള എല്ലാ ടാങ്കുകളിലെയും വെള്ളം മൊത്തം നമുക്ക് വലിച്ചു വിടാം. കാരണം നമുക്കിത് വലിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് നല്ല വെള്ളം ആഡ് ചെയ്ത് ഒന്നും കൂടെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീനിടാനായിട്ട്. ക്ലീനിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഡയറക്റ്റ് വെള്ളം നിറച്ചാൻ വേണ്ടി മാത്രം മതി കേട്ടോ. ഇത് നമ്മൾ ബേസിൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന പൊട്ടാഷ്യം പെർമാനേറ്റ്. അപ്പോൾ നമുക്കിനി എല്ലാ ടാങ്കുകളിലേക്കും ജസ്റ്റ് ഒന്ന് വെള്ളം നിറച്ചു വിടാം. നമ്മുടെ അവസാനത്തെ ടാങ്കിലോട്ടും കൂടെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്ന പണി തീരും കേട്ടോ. നമ്മൾ ഈ ടാങ്കിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ഈ ഒരു ടാങ്കിലും ഈ ഒരു ബാക്കി വരുന്ന എല്ലാ ടാങ്കുകളിലും നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു കമ്പ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ പുറത്ത് നെറ്റിടാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ കൊറ്റീൻ്റെ ശല്യം അത്യാവശ്യം അധികമായതുകൊണ്ട് അവർ ഈ ഒരു മീനിനെ പിടിച്ചുകൊണ്ട് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കമ്പൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ കാണുന്ന ഗ്രീൻ തിരിക്കാനാണ് നമ്മളൊരു പ്ലാൻ. അപ്പോൾ ഇവിടെ എന്തായാലും നമുക്കിവിടെ ഈ ഒരു ടാങ്ക് കൊണ്ട് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെള്ളം നിറയ്ക്കുന്ന പരിപാടി ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്രീൻ നെറ്റും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ടാങ്കിലും കൂടെ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിലെ വെള്ളം നിറയ്ക്കൽ മൊത്തം തീർന്നു. ഇനി നമുക്ക് വേറെയും കുറേ പണികളുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ ബേസിനുകളിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ടാങ്കുകളിൽ. പിന്നെ നമ്മൾ ഇത് പൊട്ടാഷ്യം കൊണ്ട് ഉപയോഗിച്ച് കഴിയുന്നതാണ്. ഇനി നമ്മൾ നാളത്തെ വീഡിയോയിൽ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു സെക്ഷൻ മൊത്തം ക്ലീനിങ് ഉണ്ട്. അതേപോലെ ഇവിടെ കുറച്ച് ടാങ്കുകൾ ഇരിപ്പുണ്ട്, ഫ്രിഡ്ജേഴ്സും കുറച്ച് മീൻപെട്ടിയൊക്കെ. പിന്നെ നമ്മുടെ ആ ഒരു ഫ്രണ്ടിലെ സെക്ഷൻ, ഈ ഒരു സെക്ഷനിൽ നമുക്കിനി
ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ക്ലീൻ ചെയ്യുന്നതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.